അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം 10 കോടി രൂപ ചിലവിൽ നവീകരിച്ച ചാലക്കുടി റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനിലൂടെ നിർവഹിച്ചു. ചാലക്കുടിയിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. തിരുവനന്തപുരം അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ വൈ സെൽവിൻ, ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു, മുനിസിപ്പൽ വാർഡ് കൗൺസിലർ ലിൻഡ ജോയ് തുടങ്ങിയവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, ATM, വിപുലമായ പാർക്കിംഗ് സൗകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൗകര്യങ്ങളാണ് സ്റ്റേഷനിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അമൃത് പദ്ധതി പ്രകാരം ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ നവീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി ഇന്ന് പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടന പരിപാടികൾ ഇവിടെ സമാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സുരേഷ് ഗോപിയാണ്, അദ്ദേഹമാണ് കേന്ദ്ര സഹമന്ത്രിയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരുന്നത്. അതിനുശേഷം ഏതാണ്ട് 10 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ചാലക്കുടി ഈ ഒരു സ്റ്റേഷന്റെ നവീകരണം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇവിടെ ദിനം പ്രതി ഒരു 4000-ഓളം യാത്രക്കാരാണ് ഇവിടെ വന്നു പോകുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയധികം ജനങ്ങൾ എത്തിച്ചേരുന്ന ഇടത്ത് എല്ലാവിധ സൗകര്യങ്ങൾ, പാർക്കിംഗ്, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം സൗകര്യങ്ങൾ, ശീതീകരിച്ച മുറികൾ തുടങ്ങി എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ ഒരു നവീകരണം ചെയ്തുകൊണ്ട് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നത്. നേരിട്ട് ജനങ്ങളിൽ നിന്ന് തന്നെ ഇവരുടെ ഈ ഒരു നവീകരണ പ്രവർത്തനങ്ങൾ, അമൃത് പദ്ധതി പ്രകാരം ചെയ്തിരിക്കുന്ന ഈ ഒരു നവീകരണ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാം. എന്താണ് ചാലക്കുടിയുടെ ഈ ഒരു നവീകരണ പ്രവർത്തനങ്ങൾ? ഇപ്പൊ പൂർത്തിയായി ഇന്ന് ജനങ്ങൾക്കായി തുറന്നു നൽകിയിരിക്കുകയാണ്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാനൊരു 84 കാലഘട്ടത്തിൽ തന്നെ ഈ സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു യാത്രക്കാരനാണ്. അന്ന് കാലഘട്ടത്തിൽ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു ശുചിമുറി സൗകര്യങ്ങളോ അതുപോലെ തന്നെ യാത്രക്കാർക്ക് ആവശ്യമായുള്ള അടിസ്ഥാന സൗകര്യങ്ങളോ യാതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമൃത് ഭാരത് പദ്ധതി പ്രകാരം വളരെ നല്ല രീതിയിലുള്ള ഒരു യാത്രക്കാർക്ക് സൗഹൃദമായിട്ടുള്ള രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നല്ല രീതിയിൽ വിപുലമായിട്ട് അനുഭവവേദ്യമായിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാ സൗകര്യങ്ങളും, അതായത് അംഗപരിമിതരായിട്ടുള്ള ആൾക്കാർക്ക് വന്നു പോകാനുള്ള സൗകര്യങ്ങളും എല്ലാം വളരെ നല്ല രീതിയിൽ. ഈ കാര്യത്തിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. എൻ്റെ രാജ്യത്തിൻ്റെ വികസനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിൽ ഭദ്രമാണെന്നുള്ളത് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. തുടർന്നും അത് മുന്നോട്ട് പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചാലക്കുടിയുടെ ഈ ഒരു നവീകരണത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞങ്ങളൊക്കെ മുമ്പ് കാലത്തൊക്കെ ഇവിടെ വരുമ്പോഴൊക്കെ ഉള്ളതിലും വളരെ വ്യത്യാസമായിട്ടുണ്ട്. ചാലക്കുടിയിൽ ഇപ്പം ഇന്ന് റെയിൽവേ സ്റ്റേഷനകത്തൊക്കെ കയറി നോക്കിയപ്പോഴും മൊത്തത്തിൽ ഭയങ്കര വ്യത്യാസം ചാലക്കുടിയിൽ. ഇപ്പോൾ വരുന്നവർക്ക്, ഡെയിലി ഇവിടെ വരുന്നവർക്ക് ഇപ്പോൾ എന്തായാലും മനസ്സിലാവും. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ വന്നു പോയവർക്കും ഇപ്പോൾ പുതുതായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നേക്കണം എന്നുള്ളത് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെ നല്ലൊരു കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. അതുപോലെ ചാലക്കുടിയുടെ മുഖച്ഛായ മാറുന്ന രീതിയിലുള്ള ഒരു മാറ്റം തന്നെയാണ് ഇന്ന് ചാലക്കുടി റെയിൽവേ സ്റ്റേഷന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തിയിരിക്കുന്നത്. അത് വരുന്നവർക്ക് ഓരോരുത്തർക്കും കണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാഹചര്യം ഒരുക്കുന്ന വിധത്തിൽ തന്നെ എല്ലാവിധ വിധത്തിലുള്ള ഒരു നവീകരണം തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി തൃശ്ശൂരിൽ നിന്നും ഭരിത പ്രതാപ്.